കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും അടുത്ത 5 വർഷത്തേക്കുള്ള പ്രഖ്യാപനങ്ങളും മാത്രം നടത്തി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രോഗ്രസ് കാർഡും പ്രകടന പത്രികയുമായിരുന്നു ബജറ്റിന്റെ ഉള്ളടക്കം. 57 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ അധിക സമയവും സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറയാനാണ് ധനമന്ത്രി ശ്രമിച്ചത്. വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയായിരുന്നു ധനമന്ത്രിയുടെ 6ാമത്തെ ബജറ്റ് അവതരണം. 2024-ലും NDA സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും നിർമ്മല സീതാരാമൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പലിശ നിരക്ക് ഉയർത്തിയില്ല എന്നത് മാത്രമാണ് ഇടത്തരക്കാർക്ക് ആശ്വാസമായത്. സാധാരണക്കാർക്ക് ഗുണമുള്ള ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ തുക 6000-ൽ നിന്ന് 9000-ആയി വർദ്ധിപ്പിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇന്ധനവില കുറയ്ക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ബജറ്റിൽ അതുമുണ്ടായില്ല. ഇതിനിടെ ഇന്ന് രാവിലെ എണ്ണ കമ്പനികൾ വാണിജ്യ സിലിണ്ടറുകൾക്ക് 15 രൂപ വർദ്ധിപ്പിക്കുക കൂടി ചെയ്തു. വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞതും മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയതും തൊഴിലിടത്തിലെ സ്ത്രീ പങ്കാളിത്തം കൂട്ടാൻ കഴിഞ്ഞതും ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ധനമന്ത്രി ആരോഗ്യരംഗത്ത് ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകി. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന് വാക്സിൻ ലഭ്യമാക്കും. ഗർഭിണികൾക്കും ശിശുക്കൾക്കും പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും പറഞ്ഞു. ആദായ നികുതി പരിധിയിൽ മാറ്റമൊന്നും വരുത്താതെ കേന്ദ്ര ധനമന്ത്രി നിലവിലെ നിരക്കുകൾ തുടരുമെന്നും അറിയിച്ചു. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിലും മാറ്റമില്ല. ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ലാതെയാണ് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ നികുതി വരുമാനം 26.02 ലക്ഷം കോടി രൂപയായെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ സാമ്പത്തിക വർഷത്തോടെ ധനക്കമ്മി 4.5% താഴെയായി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. മൊത്ത വിപണിയിൽ 14.13 ലക്ഷം കോടി രൂപ കടമെടുത്തുവെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ പാവപ്പെട്ടവർക്കായി നിർമ്മിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 3 കോടി വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി വ്യക്തമാക്കി. 1 കോടി വീടുകൾക്ക് 300 യൂണിറ്റ് സൗജന്യ സൗരോർജ്ജ വൈദ്യുതി ലഭ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇടത്തരം കുടുംബങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കും. വാടക വീടുകളിലോ ചേരികളിലോ കോളനികളിലോ താമസിക്കുന്ന മധ്യവർഗത്തിലെ അർഹരായ വിഭാഗങ്ങൾക്ക് സ്വന്തമായി വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സഹായിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും. നിലവിലെ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തും. ആയുഷ്മാൻ പദ്ധതി സർക്കാർ വിപുലമാക്കും. ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിനെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. കടൽ വിമാന മാർഗങ്ങളിലൂടെയാണ് ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തുന്നത്. അതിനാൽ തുറമുഖ മേഖലയിലെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകും. സഞ്ചാരികൾക്ക് മികച്ച സഞ്ചാരാനുഭവം നൽകുന്നതിനായി ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. 11 ലക്ഷം കോടിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വകയിരുത്തിയിരിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ആത്മീയ ടൂറിസത്തിന് ഊന്നൽ നൽകിയായിരിക്കും ഇനിയുള്ള ടൂറിസം മേഖലയിലെ പ്രവർത്തനങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് ടൂറിസം രംഗത്ത് ദീർഘകാല വായ്പകൾ നൽകും. പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ടൂറിസം മേഖലയിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. മെട്രോ റെയിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 3 പുതിയ റെയിൽവേ ഇടനാഴി തുറക്കും. 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും. ബയോഗ്യാസ് പ്രകൃതിവാതകമാക്കി ഗതാഗതത്തിന് ഉപയുക്തമാക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. 3 പുതിയ വിമാനത്താവളങ്ങളും 1000 പുതിയ വിമാന സർവീസും ആരംഭിക്കുമെന്ന് പറഞ്ഞ ധനമന്ത്രി വ്യോമയാന മേഖലയിൽ 570 പുതിയ റൂട്ടുകൾ ആരംഭിക്കുമെന്നും യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും വ്യക്തമാക്കി. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. സംസ്ഥാനങ്ങൾക്ക് ഇലക്ട്രോണിക് ഉൽപ്പാദന കേന്ദ്രങ്ങൾ തുടങ്ങാൻ സഹായം നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഇതുകൂടാതെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടുമെന്നും ജനസംഖ്യ വർധന പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും 5 ഇന്റഗ്രേറ്റഡ് മത്സ്യപാർക്കുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും 5 സംയോജിത അക്വാ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ അറിയിച്ചു.